നമസ്കാരം ഓക്കെ. സാർ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. സാർ, നമ്മള് ഇന്നിപ്പോ നമുക്ക് മറ്റൊരു വിഷയം കൂടി ചോദിക്കാനുള്ളത്, ഈ ജമ്മു കാശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിൽ ലോകരാഷ്ട്രങ്ങൾ അതിലൊരു പ്രതികരണം വന്നിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണം വളരെ കാര്യമായി തന്നെ വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് പിന്തുണ നൽകിക്കൊണ്ട് പാകിസ്ഥാനെ ഇതാണ് പാകിസ്ഥാൻ എന്ന് ശരിക്കും കാണിച്ച് ചെറ്റത്തരമെന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഭാരത മഹാരാജ്യത്തിനകത്ത് നമ്മുടെ തന്നെ പല നേതാക്കൾ, നമ്മുടെ രാഷ്ട്രത്തിനകത്ത് പല നേതാക്കളും ഒരുതരം നനഞ്ഞ പ്രതികരണമാണ് പലരുടെയും പ്രതികരണം വന്നിരിക്കുന്നത്. രാഷ്ട്രത്തോടുള്ള കൂറിനേക്കാൾ ഉപരി അവർക്ക് മറ്റു പല അജണ്ടകളുമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. എന്ത് എന്ത് മനുഷ്യരാണ് അവരൊക്കെ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. ഇതാണോ ഇവരുടെയൊക്കെ രാജ്യസ്നേഹം? അവര് ആരൊക്കെയാണെന്ന് കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര്, ഇവിടുത്തെ മുസ്ലിം ലീഗുകാര്, ഇവിടുത്തെ കോൺഗ്രസ്സുകാര്, അതോടൊപ്പം ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവികൾ, സിനിമാ പ്രവർത്തകർ. ഇവിടെ എത്ര സിനിമാ നടന്മാര് മണിപ്പൂരിന് വേണ്ടി ഇവിടെ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ഇവിടെ എത്രയോ സിനിമാ നടന്മാര് ഗാസയ്ക്ക് വേണ്ടി നെഞ്ചു പൊട്ടിക്കരഞ്ഞു. എന്താണ് ഇവിടെ ഹിന്ദുക്കൾ വെടിവെച്ച് വീണപ്പോ ഒരു സിനിമാ നടനും കരയുണ്ടല്ലോ. അപ്പോൾ ഇവനൊക്കെ പാകിസ്ഥാന്റെ എച്ചിൽ തിന്നുന്ന പട്ടികളാണ്. ഞാൻ പട്ടികളോട് ഇവരെ ഉപമിച്ചാൽ പട്ടികൾ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അവർക്കും കൂടെ നാണക്കേടാണ്. എച്ചിൽ പട്ടികൾക്ക് പോലും ഇല്ലാത്ത ഒരു ഒരു അവസ്ഥ. അതാണ് ഇവരൊക്കെ കാണിക്കുന്നത്. ഞാൻ പറയുന്നത്, കാശ്മീരിലുണ്ടായ പ്രതികരണം ഇവർ കാണേണ്ടതാണ്. ഇന്നലെ വരെ കാശ്മീരുകാര് ഇന്ത്യൻ പതാക കത്തിച്ചുകൊണ്ടിരുന്നവരാണ്. ഇത്തവണ ഈ സംഭവം ഉണ്ടായപ്പോൾ കാശ്മീർ നിവാസികൾ പാകിസ്ഥാന്റെ പതാക കത്തിച്ചു. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്കൂൾ കുട്ടികൾ അവരുടെ പാഠപുസ്തകങ്ങളുടെ നോട്ട് ബുക്കിന്റെ കടലാസ് കീറി അതിൽ മുദ്രാവാക്യം എഴുതി 10,000-കണക്കിന് പേർ ജമ്മു കാശ്മീരിന്റെ തെരുവീതികളിലൂടെ ഇന്ത്യയുടെ മുദ്രാവാക്യം വിളിച്ച്, ഇന്ത്യയുടെ കൊടി പിടിച്ച്, ഭാരത് മാതാ കീ ജയ് വിളിച്ച് പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവരുടെയൊക്കെ ചാനൽ കൊടുക്കോ ഇല്ലെന്ന് അറിയില്ല. കാരണം ഇവരൊക്കെ പാകിസ്ഥാന്റെ ഉച്ചിഷ്ടമാണല്ലോ തിന്നുന്നത്. അതുകൊണ്ട് ഇവന്റെയൊക്കെ ചാനൽ കൊടുക്കുമെന്നറിയില്ല. ആ തരത്തിലുള്ള പ്രതികരണം ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നിന്നുണ്ടായി. നമ്മൾ ഓർക്കണം, സയ്യിദ് മുഫ്തി മുഹമ്മദിന്റെ മകൾ ഒമർ അബ്ദുള്ള എന്നിങ്ങനെയുള്ള ആൾക്കാർ, അവിടുത്തെ ഹൂറിയത്ത് കോൺഫറൻസ്, PDP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായിട്ട് തെരുവിലിറങ്ങിയിട്ട് അവർ വിളിച്ച മുദ്രാവാക്യം ഈ ആക്രമണം ഞങ്ങൾക്കെതിരാണ്, ഇത് ഭാരതത്തിനെതിരാണ് എന്നാണ്. അതായത് ഇത് ഹിന്ദുവിനെതിരായിട്ടാണ് നിങ്ങൾ നടത്തിയതെങ്കിൽ ഞങ്ങൾ ഇത് പരിഗണിക്കുന്നത് ഞങ്ങൾക്കെതിരായ ആക്രമണം എന്നാണ്. ആ തരത്തിൽ കാശ്മീരി ജനത തെരുവിലിറങ്ങി 10,000-ങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഇവിടുത്തെ പാകിസ്ഥാന്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന, അതായത് പാകിസ്ഥാന്റെ കാഷ്ടം ഭക്ഷിക്കുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും മിണ്ടുന്നില്ല. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകന്മാർ, ബുദ്ധിജീവികൾ, കഥയെഴുത്തുകാർ, സിനിമാ പ്രവർത്തകർ മിണ്ടുന്നില്ല. എന്താ അവർക്ക് മിണ്ടാൻ മേലാത്തത്? കാരണം ഇവനൊക്കെ ശമ്പളം പറ്റുന്നത്, ഇവനൊക്കെ കഞ്ഞി കുടിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് കൊടുക്കുന്ന കാശുകൊണ്ടാണ്. അത്ര ഭീകരമാണ് ഈ അവസ്ഥ. അപ്പോൾ ഇത് നമ്മുടെ കേരള ജനത തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. കാരണം കാശ്മീർ മാറി, പക്ഷെ കേരളം മാറില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗാസയിലുള്ളവർക്ക് വേണ്ടി ഇവര് കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഗാസയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ തയ്യാറാണ്, പ്രകടനം നടത്താൻ തയ്യാറാണ്, മെഴുകുതിരി കത്തിക്കാൻ തയ്യാറാണ്, പട്ടിണി കിടക്കാൻ തയ്യാറാണ്, പോസ്റ്റർ പതിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ടുള്ള ഈ ജനവിഭാഗം എന്തുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നില്ല? അപ്പോൾ ഇവനൊക്കെ ഇന്ത്യക്കാരനാണോ? ഇവരെയൊക്കെ ഇന്ത്യക്കാരായിട്ട് നമ്മൾ പരിഗണിക്കണോ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന അതിഭീകരവാദികളാണ് ഈ രാജ്യത്തേക്ക് ഇവന്മാരെ ക്ഷണിച്ചു വരുത്തുന്നത്. നമുക്കറിയാം, കാശ്മീരില് വന്ന ഭീകരവാദികൾക്ക് പ്രാദേശിക സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പ്രാദേശികമായ സപ്പോർട്ട് കൊടുക്കാതെ ഒന്നും ഒരു ഭീകരവാദിയും പുറത്തുനിന്ന് നുഴഞ്ഞു കയറി വരില്ല. അതുപോലെ കേരളത്തില് പ്രാദേശികമായ സപ്പോർട്ടുണ്ട്. ഇത്തരം ഭീകരവാദികൾക്ക് വേണ്ടി 140 MLA-മാർ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കുന്ന നാടാണ് കേരളം. എന്നാൽ എന്തുകൊണ്ടാണ് 140 MLA-മാര് കാശ്മീരിന് വേണ്ടി പ്രമേയം പാസ്സാക്കാത്തത്? ഇവിടുത്തെ VD സതീശനോടും ഇവിടുത്തെ പിണറായി വിജയനോടും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. 140 MLA-മാര് കാശ്മീരിൽ പിടഞ്ഞു വീണ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കാൻ തന്റെ ഇടമുണ്ടോ? പാസ്സാക്കിയാൽ ഇവിടുത്തെ മുസ്ലിമിന്റെ വോട്ട് പോകും എന്ന് പേടിയാണ്. സത്യത്തിൽ മുസ്ലിമിന്റെ വോട്ടൊന്നും പോവുകയല്ല, മുസ്ലിങ്ങൾ ഭാരതീയരാ. പക്ഷേ ഇസ്ലാമിക തീവ്രവാദികളുടെ തടവറയിൽ കിടക്കുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികളും ഇവിടുത്തെ സാംസ്കാരിക ബുദ്ധിജീവികളും അതിന് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രമേയം പാസ്സാക്കാൻ ഇവനൊന്നും നട്ടല്ലില്ലാത്തത്.
ഇത് അങ്ങേയറ്റത്തെ ഭീരുത്വവും രാജ്യവിരുദ്ധമായ നിലപാടുമാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം രാജ്യവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നത് രാജ്യദ്രോഹ കുറ്റമായി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം നമ്മുടെ രാജ്യം നടത്തേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഇവരെയൊക്കെ ആ നിയമത്തിന്റെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യേണ്ടതുണ്ട്. അല്ല എങ്കിൽ വിദേശ രാജ്യങ്ങളിൽ വെടിയേറ്റ് വീഴുന്ന മുസ്ലിമുകൾക്ക് വേണ്ടി ഇവർക്ക് ഇത്രമാത്രം ആത്മരോഷമുണ്ടെങ്കിൽ സ്വദേശത്ത് വെടിയേറ്റ് വീഴുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ആത്മരോഷമില്ലാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മളെങ്കിലും ഇവരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ അന്നം എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ ഭക്ഷണം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നതാണെന്ന് ഇതിൽ പരം എന്തെങ്കിലും തെളിവ് വേണോ? അപ്പോൾ ഇവരൊക്കെ പാകിസ്ഥാൻ ചാരന്മാരായിട്ട് ഇവിടെ നിന്ന് കമ്മ്യൂണിസം കളിക്കുകയല്ലേ, കോൺഗ്രസ് കളിക്കുകയല്ലേ, ലീഗ് കളിക്കുകയല്ലേ, ഇവിടുത്തെ മീഡിയ നടത്തുകയല്ലേ? അപ്പോൾ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര്, സിനിമാ നടന്മാര് ഇവരൊക്കെ പൊട്ടിത്തെറിച്ചായിരുന്നല്ലോ പണ്ട്. എന്താ ഹിന്ദുവിന് വേണ്ടി ഒരു സിനിമാ നടനും പൊട്ടിത്തെറിക്കാത്തത്? എന്താ ഹിന്ദുവിന് വേണ്ടി ഒരു തെരുവ് നാടകവും നടത്താത്തത്? എന്താ ഹിന്ദുവിന് വേണ്ടി കവികൾ കവിത എഴുതാത്തത്? എന്താ ഹിന്ദുവിന് വേണ്ടി സാംസ്കാരിക നായകന്മാർ പ്രസ്താവനയിൽ ഒപ്പുവെക്കാത്തത്? അപ്പോൾ ഒപ്പുവെക്കണമെങ്കിൽ പാകിസ്ഥാൻ പറയണം. പാകിസ്ഥാൻ പറയുന്നിടത്തെ ഒപ്പുവെക്കൂ എന്നുള്ള ഈ നിലപാട് രാജ്യവിരുദ്ധമായ നിലപാടാണ്. ഇത് തിരിച്ചറിയേണ്ട സമയമാണ് ഇപ്പോൾ. നമ്മുടെ ചോദ്യം, കാശ്മീർ എന്താ ഇന്ത്യയിൽ ഉള്ളതല്ലേ? ഇല്ല സാർ, കാശ്മീർ എന്താ ഇന്ത്യയിൽ ഉള്ളതല്ലേ? കാശ്മീരിലെ പ്രശ്നം എന്താ? അതെ, കാശ്മീർ എന്താ ഇന്ത്യയിലുള്ളതല്ലേ? അതെ, കാശ്മീർ എന്താ ഇന്ത്യയിലുള്ളതല്ലേ? അതെ, ഇന്ത്യയിലുള്ളതല്ലേ അതെ. എന്ന് തന്നെയാണ് ഈ സാഹിത്യ നായകന്മാരോട് ചോദിക്കാനുള്ളത്. കാര്യം സാറ് പറഞ്ഞ പോലെ കുറച്ച് വോട്ട് ലക്ഷ്യമാക്കി, കുറച്ച് വോട്ട് മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഒക്കെയുള്ള കുറച്ച് വോട്ടുകൾ ഉണ്ടല്ലോ. ആ വോട്ടിനെ ലക്ഷ്യമാക്കിയുള്ള നിശബ്ദത എന്ന് തന്നെ ഇതിനെ പറയാം. ഇല്ല സാർ, നാണമില്ലേ ഇവർക്കൊക്കെ? തീർച്ചയായിട്ടും വോട്ടിനെയും നോട്ടിനെയും ലക്ഷ്യമാക്കിയുള്ള നിശബ്ദതയാണ്. അതെ, ഇവർക്ക് നോട്ടും കിട്ടും, വോട്ടും കിട്ടും. അതെ, നോട്ടിനെയും ലക്ഷ്യമാക്കിയുള്ള നിശബ്ദതയാണ്. അതെ. അതുകൂടാതെ പുരസ്കാരം കിട്ടും, വിദേശയാത്രകൾ കിട്ടും, പുരസ്കാരങ്ങൾ കിട്ടും, അവാർഡുകൾ കിട്ടും, അംഗീകാരങ്ങൾ കിട്ടും, പിന്നെ അങ്ങ് ചെല്ലുമ്പോൾ ഹൂറികളെയും കിട്ടും. ഏതായാലും സാർ, കാശ്മീരി നിവാസികൾക്ക് കാര്യം എന്തായാലും മനസ്സിലായി. എന്താണ് ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാശ്മീരിലുള്ളവർക്ക് മനസ്സിലായി. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഭയങ്കര സാഹിത്യം വിളമ്പുന്ന, മാനുഷികത വിളമ്പുന്ന സാഹിത്യ നായകന്മാർക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അതിശയം തോന്നുന്നു, അല്ലേ സാർ? തീർച്ചയായും, തീർച്ചയായും. കാശ്മീരിൽ നേരം വെളുത്തു, കേരളത്തിൽ ഇനിയും നേരം വെളുത്തിട്ടില്ല. അതെ, അതെ. സാർ, വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.